പ്ലീസ് ഡോണ്ട് മേക്ക് ഫൺ ഓഫ് അതേഴ്സ്. നിങ്ങളുടെ ഒരു ജസ്റ്റ് തമാശയായിരിക്കും അവരുടെ അന്നത്തെ ആ ഒരു ദിവസം അവരുടെ കോൺഫിഡൻസ് തന്നെ അങ്ങോട്ട് ഇല്ലാതാക്കി കളഞ്ഞേക്കാം. ഹലോ ഫുഡി സ്റ്റോറി ടൈം. അതായത് ഒരു കുറച്ച് ഡേയ്സ് ബാക്ക് എന്നെ കൂടെ കോളേജിൽ പഠിച്ച ഫ്രണ്ടിന്റെ കല്യാണം. ഞാൻ ഒരു സാരിയും കവച്ച കുണ്ടലൊക്കെ അങ്ങ് ഇട്ട് നല്ല പോലെ ഒരുങ്ങി അങ്ങ് ഇറങ്ങി. എൻ്റെ ആ ലുക്കിന് എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സും കിട്ടി. അത് വേറൊരു കാര്യം. അങ്ങനെ 3ഉം 4ഉം ബസ്സും ഒക്കെ പിടിച്ച് വഴി തെറ്റി അവസാനം ആ കല്യാണ വീട്ടിൽ ചെന്ന് എത്തിപ്പെട്ട് ഞങ്ങൾ അങ്ങനെ കോളേജിൽ പഠിച്ച ഒരുമാതിരിപ്പെട്ട കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആരായിട്ടും അങ്ങനെ കോൺടാക്ട് ഒന്നും ഒരുപാട് കീപ്പ് ചെയ്യുന്ന ആളല്ല. കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 3 ഇയേഴ്സ് കൂടുതലായി. പലരും ഞാൻ ഇപ്പോഴാണ് പിന്നീട് കാണുന്നതിന്. ആദ്യം നമ്മൾ കുറേ സെൽഫി ഒക്കെ എടുത്ത് ഒരുപാട് വിശേഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്കൊരു കാലമാടൻ ഇടുത്തി വീണ പോലെ ഒരൊറ്റ ഡയലോഗ്. ഇതേടെ നോക്കി ഇവളുടെ പല്ലിന് വലിയൊരു ഗ്യാപ്പ് വന്ന് ഇവൾ കിളവിയായിരുന്നു. കേട്ടെന്ന് എല്ലാണ്ടോ അങ്ങ് അട്ട കത്തിച്ച് അങ്ങ് ചിരിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അവരെല്ലാവരും ഭയങ്കര ചിരി. ഞാൻ പെട്ടെന്ന് തന്നെ വായ അങ്ങോട്ട് അടച്ചു, ആര് കാണാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ അതങ്ങ് വിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. അവൻ ആ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് വരെ എല്ലാ ഫോട്ടോസിലും ഞാൻ നല്ലപോലെ പല്ലൊക്കെ കാണിച്ച് അടിപൊളിയായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരൊറ്റ ഫോട്ടോസിലും എൻ്റെ പല്ല് പുറത്ത് കാണാൻ പോലും ഇല്ല. വെറുതെ ഇങ്ങനെ ചുണ്ടി ഇങ്ങനെ വെച്ച് ചിരിച്ചോണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ 2 ഫോട്ടോ കൂടി ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പല്ല് കാണിച്ച് ചിരിക്കുന്നതാണ് ഭംഗി. പക്ഷേ ഞാൻ മനഃപൂർവ്വം ചെയ്തില്ല. അവൻ ആ പറഞ്ഞതിൻ്റെ മൈൻഡിൽ കിടന്ന് ഓട്ടോമാറ്റിക്കലി ഞാൻ പല്ല് കാണിക്കാതായതാണ് ആ ഫോട്ടോസിലൊക്കെ. ഒരു കമൻറ്റ് അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ചിരിക്കാൻ വേണ്ടി ചെയ്തൊരു സാധനം എത്രത്തോളമാണ് എന്നെ ബാധിച്ചത് എനിക്ക് ആ ഫോട്ടോ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരാളുടെ ഫിസിക്കൽ ഫീച്ചർ വെച്ച് അവർ മാക്സിമം കളിയാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ജസ്റ്റ് അത് തിരിച്ച് വിടുമായിരിക്കും, പക്ഷേ അവരുടെ മൈൻഡിൽ അത് എപ്പോഴും അങ്ങനെ തന്നെ കിടക്കും. അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾ കുറച്ചുകൂടി ഊട്ടി അങ്ങ് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാൻ ചിരിക്കുമ്പോൾ നല്ല സുന്ദരിയാണ്. പിന്നെ ഞാൻ എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത്? അപ്പം ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ.